ഹലോ എല്ലാവർക്കും പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം. വീണ്ടും പഠിക്കാൻ എന്ന ലക്ഷ്യവുമായി 3 പേർ മെട്രോ കയറാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ്. ഇപ്പൊ ഇവിടുത്തെ ചർച്ച ആര് ടിക്കറ്റ് എടുക്കും എന്നതാണ്. നീ എടുക്കുവോ ഞാൻ എടുക്കുവോ എന്നാണ് ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആരെങ്കിലും ഒക്കെ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ മെട്രോ കയറാൻ വേണ്ടി പോവാണ്. അപ്പൊ ഇനി മെട്രോ കയറിയിട്ട് കാണാം എല്ലാവർക്കും. അങ്ങനെ പതിവ് പോലെ രാവിലെ തന്നെ മെട്രോയിൽ വലിഞ്ഞേറിയുണ്ട്. സ്ഥിരം നിൽപ്പ് തന്നെയാണ് ഇപ്പൊ എന്നും. മെട്രോ കയറി ഗൈസ്. ഇപ്പോഴെങ്കിലും ഫോൺ നോക്കാണ്ടിരിക്കാൻ പറ്റൂല ഇതിനൊക്കെ. അറിയാണ്ട് എന്റെ ബുദ്ധിമോശം കൊണ്ട് ഞാൻ അവനോട് പറഞ്ഞു പോയി സുജിത് ഭക്തന്റെ ഫ്ലാറ്റ് മെട്രോ നിന്ന കാണാൻ പറ്റും. അതിൽ പിന്നെ അവൻ അതും പറഞ്ഞാണ് എന്നെ കളിയാക്കലാണ് ഏത് നേരം. അങ്ങനെ തിരക്കേറിയ മെട്രോയിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ കടവന്തരയിൽ വന്ന് ലാൻഡ് ആയി. ഇനി ലിഫ്റ്റും പിടിച്ച് നേരെ താഴത്തേക്ക്. രണ്ടും കൂടി ആണെങ്കിൽ ഇവിടെ ലിഫ്റ്റും വന്നെ നോക്കി ഇങ്ങനെ നിൽക്കാണ്, മുകളിലോട്ടും നോക്കി. അങ്ങനെ ലിഫ്റ്റിലും കയറി ഭൂമിയിൽ കാലുകുത്തിയുണ്ട്. ഇനി നടത്തം ഇൻസ്റ്റിറ്റ്യൂട്ട് വരെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ നടത്തം മാത്രമാണ് ടാസ്ക്, ബാക്കിയൊക്കെ ഓക്കെയാണ്. പിന്നെ തിരിച്ചു വന്ന നേരത്തുള്ള ബെസ്റ്റും ബാക്കിയെല്ലാം നമുക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇവിടെ. കാര്യസമയം 9:30 ആവണേ ഉള്ളെങ്കിലും നല്ല വെയിലുണ്ട്. ഞാൻ സൈഫുവിന്റെ തണലിൽ എങ്ങനെയൊക്കെയോ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നടന്നൊടുവിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നെത്തിയുണ്ട്. പുറത്താണ് ഈ ക്യൂവും കാണാനല്ലോ. അപ്പൊ ചെന്ന് നോക്കിയപ്പോഴും അകത്താണെങ്കിൽ ഒരു നീണ്ട. അങ്ങനെ വെയിലായതുകൊണ്ട് അകത്തേക്കാക്കി ക്യൂ. ഞങ്ങൾ ക്യൂ ഒക്കെ നിന്ന് ഒപ്പിട്ട് ക്ലാസ്സിൽ കയറിയുണ്ട്. എവിടെ പോയി ഏത് ഫസ്റ്റ് സെഷൻ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി നിൽക്കുകയാണ്. ഓരോരുത്തരെയൊക്കെ ആയിട്ട് മിണ്ടാന്നൊക്കെ വിചാരിച്ച് ഇതാണ് ഞങ്ങൾ പഠിക്കുന്ന ക്ലാസ്. അങ്ങനെ 2-3 പേരുടെ അടുത്തൊക്കെ വർത്താനൊക്കെ പറഞ്ഞു. അത്ര ഒരു വൈബ് അങ്ങ് സെറ്റ് ആവാം. ഇന്നാണ് ഞങ്ങളെ പഠിപ്പിച്ചത് ഇംഗ്ലീഷാണ്. നൗണും പ്രോനൗണും ഗ്രാമറൊക്കെ കേട്ട് കിളി മാറി ഉറക്കം വന്നിരിക്കുകയാണ് ഞങ്ങൾ. കാര്യം ക്ലാസ് ഒക്കെ ഇൻട്രസ്റ്റിംഗ് ആണെങ്കിലും ചെറിയ രീതിയിൽ ഇംഗ്ലീഷ് ആയതുകൊണ്ട് തന്നെ ഉറക്കത്തിന് നല്ല രീതിയിൽ വരാൻ തോന്നുന്നുണ്ട് ഞങ്ങളുടെ അടുത്തേക്ക്. അങ്ങനെ എങ്ങനെയൊക്കെയോ സമയം തള്ളി നീക്കി ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയുണ്ട്. അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് പുറത്തിറങ്ങി. ഇനി പോയി ST എടുക്കണം. ST കൺസെഷൻ എടുക്കണം. മെട്രോയ്ക്ക് ഡെയിലി 50 രൂപ എടുത്ത് വരാൻ മുതലാവില്ല. അതിനും ഭേദം ബൈക്കിന് വരാം. അങ്ങോട്ടും കൂടെ 100 രൂപ വെച്ചാണെങ്കിൽ 100 പെട്രോൾ അടിച്ച് ഇങ്ങോട്ട് വരാവുന്നുള്ളൂ. അതാണ് കൺസെഷൻ കിട്ടും. കൺസെഷനുള്ള കാർഡ് പേപ്പറൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇനി പോയി കൺസെഷൻ കിട്ടണ പരിപാടിയൊക്കെ നോക്കണം. കൺസെഷൻ എടുക്കട്ടെ പോയി. അങ്ങനെ വീണ്ടും ഞങ്ങൾ മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി നേരെ കൺസെഷനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി സെറ്റ് ആക്കാനുള്ള പരിപാടിയാണ്. അങ്ങനെ കസ്റ്റമർ സെന്ററിൽ ചെന്ന് കൺസെഷൻ കിട്ടാനുള്ള പേപ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നിൽക്കുകയാണ് ഞങ്ങൾ. അപ്പോഴാണ് പറയണത് കോപ്പി മതി, ഒറിജിനൽ നിങ്ങൾ കയ്യിൽ വെച്ചോന്ന്. പിന്നെ ഈ കാണുന്ന ഫോട്ടോ ഞാൻ എന്റെ ഫോണിൽ എടുത്താണ്. അതവൻ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആക്കി. ഇതാണ് എന്റെ ഫോട്ടോ. അങ്ങനെ വീണ്ടും സ്റ്റെപ്പ് ഇറങ്ങാണ്. ഇവർക്കൊരു എസ്കലേറ്റർ താഴത്തേക്ക് കൂടി വെച്ചൂടെ. അങ്ങനെ ഞങ്ങൾ കോപ്പി എടുക്കാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ് കടയിൽ. അങ്ങനെ കോപ്പിയൊക്കെ എടുത്തു. ഇനി നേരെ മെട്രോ സ്റ്റേഷനിലേക്ക്. ചെറിയ മഴക്കോളൊക്കെ വന്നിട്ട് നല്ല കാറ്റും വീശുണ്ട്. അങ്ങനെ ഫൈനലി എനിക്ക് കൺസെഷൻ കാർഡ് കിട്ടി ഗൈസ്. ഇതാണ് കാർഡ്. 45 ദിവസത്തെ വാലിഡിറ്റി ഉണ്ട്. 50 ട്രിപ്പാണ് ആകെ പോകാൻ പറ്റണത്. ഞങ്ങൾക്കപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും 25 ട്രിപ്പ് ഒരു മാസം പോയി വരാം. ഇത് എക്സ്പയർ ആയി കഴിഞ്ഞാൽ വീണ്ടും വരെ ഇതേ പ്രൊസീജിയർ വീണ്ടും എടുക്കുക. അങ്ങനെ ബാഗും കാര്യങ്ങളൊക്കെ സ്കാൻ ചെയ്ത് ഞങ്ങൾ മെട്രോ കയറാൻ വേണ്ടി പോവാണ്. കൺസെഷൻ കിട്ടിയതിന്റെ ലാഭത്തിന്റെ കണക്ക് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇവിടെ നേരത്തെ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി 100 രൂപ ആണെങ്കിൽ ഇപ്പൊ 20 രൂപ മതി അങ്ങോട്ടും ഇങ്ങോട്ടും ആകെ പോവാൻ. അങ്ങനെ ലാഭം കിട്ടിയ സന്തോഷത്തിൽ ഞങ്ങൾ ഈ തൂണിന്റെ സൈഡ് ആയുണ്ട്. ആൽഫിനാണ് ഈ തൂണിന്റെ വലിപ്പവും വണ്ണവും കളന്നുകൊണ്ടിരിക്കണേ. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കണേ. അങ്ങനെ സൈഡിലൊരു മിററും കണ്ടപ്പോ ആ മിററിനെയും വെറുതെ വിട്ടില്ല. ഞങ്ങൾ ഞങ്ങളുടെ സൗന്ദര്യം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനാണ് ഈ വെയിൽ കൊണ്ട് ആകെ കറുത്തു. എന്റെ മുടിയൊക്കെ ഇരിക്കണ കണ്ടാലും മതി. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ഞങ്ങളുടെ മെട്രോയും വന്നു. കുറെ സമയം പോയി കൺസിഡർ എടുക്കാൻ വേണ്ടി. അതാണ് ഇന്ന് വൈകിയാകെ. അങ്ങനെ മെട്രോയിലും കയറി ഞങ്ങൾ ഫോൺ നോക്കി അംബാനിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജിയോ കാശ് കൂട്ടിയോടെ എയർടെലും കാശ് കൂട്ടി. അത് കാരണം ഇപ്പൊ റീചാർജ് ചെയ്യാൻ ഏറ്റവും കാശ് കുറഞ്ഞ ഏതാണെന്ന് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഫോണിൽ. ഒരു കല്യാണം കാരണം ഉണ്ടായ ഓരോരോ തൊല്ലകളെ എന്ത് ചെയ്യാനാ. അങ്ങനെ നിന്ന് ഇരിക്കാൻ സ്ഥലം കിട്ടിയിട്ടുണ്ട്. സൈഫാണെങ്കിൽ 2 അമ്മാവന്മാര് നടുക്ക് ഇങ്ങനെ പോസ്റ്റ് അടിച്ചിരിക്കുകയാണ്. ഞങ്ങളാണെങ്കിൽ നല്ല വിസ്തരിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ സീറ്റിലാണെങ്കിൽ 3 പേർക്ക് ഇരിക്കാനുള്ള സ്ഥലത്ത് ഞങ്ങൾ 2 പേര് മാത്രമാണ് ഇരിക്കണുള്ളൂ. ഞാനാണെങ്കിൽ ആകെ വെയിലുകൊണ്ട് ആകെ കറുത്ത് കുരഞ്ഞ് കണ്ടാറാണെങ്കിൽ മുഖത്താണ് ഒരു കുരുവും വന്നിട്ട് വേദന എടുത്തിട്ടും വയ്യ. അങ്ങനെ ആലുവ സ്റ്റേഷനിലേക്ക് മെട്രോ ചെന്നെത്തിയുണ്ട്. 2 ഈ മെട്രോ നിർത്തനേക്കാളും മുന്നേ ചെന്ന് തൂങ്ങി നിൽക്കുന്നുണ്ട് വവ്വാലിനെ പോലെ. ഞാനാണ് ഈ മെട്രോ നിർത്തിയിട്ട് ഇറങ്ങണുള്ളൂ എന്നും പറഞ്ഞ് ഇവിടെ ഇരിപ്പ് തന്നെയാണ് ഇരിപ്പ്. സത്യം പറഞ്ഞാൽ വയ്യ. അതുകൊണ്ടാണ് എനിച്ചു പോകാത്ത. അല്ലെങ്കിൽ പണ്ടേ എനിച്ചു പോയെന്ന് ഞാൻ. അങ്ങനെ മെട്രോയിൽ ഇറങ്ങിയുണ്ട് ഞങ്ങൾ. ഇനി നേരെ വീട്ടിലേക്ക് പോട്ടെ. മഴ പെയ്യോന്ന് സംശയമുണ്ട്. മഴ വണ്ട് ഇവിടെ മഴ പെയ്തെന്ന് തോന്നുന്നു. നനഞ്ഞിടക്കണ്ട എല്ലായിടത്തും. മഴ പെയ്യണേക്കാൾ മുന്നേ വീട്ടിലെത്താതില്ലേ എങ്ങനെയെങ്കിലും വയ്യ. വെസ്റ്റത്തും വയ്യ. അങ്ങനെ മഴ നനഞ്ഞ് ചീഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്ന് കയറിയുണ്ട്. ഞാനാണ് വണ്ടി ഓടിച്ചത്. അതിന് നനഞ്ഞ് ചീഞ്ഞ് കുഴഞ്ഞു ഞാൻ. അപ്പോൾ മഴ നനഞ്ഞ് ചീഞ്ഞ് കുളിച്ച് ഞാൻ പോയി കുളിക്കട്ടെ. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ വിശേഷം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ എല്ലാവർക്കും ബൈ.